ദൈവം അൽഫയും ഒമേഗയുമാകുന്നു. ദൈവം ആരംഭിക്കുന്നവനും പൂർത്തീകരിക്കുന്നവനും ആകുന്നു. ദൈവം നമ്മുടെ മേൽ ആരംഭിച്ച രക്ഷയും വിശ്വാസവും നല്ല പ്രവൃത്തിയും പൂർത്തീകരിക്കുന്നവൻ ആകുന്നു. ദൈവം നമ്മിൽ എന്ത് പ്രവൃത്തി ആരംഭിച്ചാലും അത് പൂർത്തീകരിക്കുമെന്ന് വിശ്വസിക്കുക. നാം വിശ്വസിച്ച് ആരംഭിച്ച സകല പ്രവൃത്തികളും ദൈവം പൂർത്തീകരിക്കും. ഇടവഴിയിൽ ഇട്ടേച്ച് പോകുന്നവനല്ല നമ്മുടെ ദൈവം. അതിനാൽ നമ്മെ തളർത്തുകയും നിരാശയിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്ന വചനങ്ങൾ ഉരുവിടേണ്ട. പകരം സകലവും ദൈവം പൂർത്തീകരിക്കുമെന്ന് നാം ഏറ്റുപറയുക. യേശു ഒരിക്കൽ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു. അവൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ കൊല്ലും, കൊന്നിട്ട് 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 31-ാമത് വചനം. താൻ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുമെന്ന് യേശു പറഞ്ഞു, കൊല്ലപ്പെടുമെന്നും പറഞ്ഞു. എന്നാൽ 3-ാം നാൾ താൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് യേശു പറഞ്ഞു. യേശു നിരാശയുടെ വാക്കുകളല്ല പറഞ്ഞത്. തനിക്ക് വലിയ കഷ്ടങ്ങളും ദുരിതങ്ങളും വരുമെന്നും കൊല്ലപ്പെടുമെന്നും പറഞ്ഞു. എന്നാൽ പിതാവ് തന്നിൽ ആരംഭിച്ച വേല പൂർത്തീകരിക്കപ്പെടുമെന്നും അതിനാൽ താൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും യേശു പറഞ്ഞു. ജീവിതത്തിൽ തകർച്ചകളും വേദനകളും ദുഃഖങ്ങളും രോഗവും ഭാരവും ഉണ്ട്. എന്നാൽ വാക്ക് പറഞ്ഞവൻ വിശ്വസ്തൻ, അവൻ ഒരു നാളും കൈവിടാത്തവൻ, നമ്മെ ഉപേക്ഷിക്കാത്തവൻ. മരിച്ച ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ആത്മാവ് ഇന്നും ജീവിക്കുന്നതിനാൽ അവന്റെ വാഗ്ദത്തങ്ങൾ ഇന്നും ജീവിക്കുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 11-ാമത് വചനം. അതിനാൽ ജീവിതത്തിൽ പരാജയങ്ങളെയും തകർച്ചകളെയും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, പകരം എല്ലാം പൂർത്തീകരിക്കുന്ന ദൈവത്തെ കുറിച്ച് നാം പറയുക. ഒരിക്കൽ യേശു ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന്. യേശു ശിഷ്യന്മാരോട് അവർ അഭിമുഖീകരിക്കാൻ പോകുന്ന കാറ്റിനെ കുറിച്ചോ കൊടുങ്കാറ്റിനെ കുറിച്ചോ തിരമാലകളെ കുറിച്ചോ ആടുന്ന പടകിനെ കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞത് അക്കരയ്ക്ക് പോകാമെന്നാണ്. കാരണം സകല പ്രശ്നങ്ങളും തീർത്ത് അക്കരെ എത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. വഴിയിൽ വെച്ച് നമ്മെ തകർക്കുന്നവനല്ല നമ്മുടെ ദൈവം. പൗലോസും കൂട്ടരും കാറ്റിലും തിരമാലകളിൽപ്പെട്ട് പ്രാണഭയത്തിലായപ്പോൾ അവർ ദൈവസ്വരം കേൾക്കുവാൻ ഇടയായി തീർന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം അതിന്റെ 22 മുതൽ 24 വരെയുള്ള വേദഭാഗങ്ങളിൽ പ്രസ്താവിക്കുന്നു. കർത്താവിന്റെ പദ്ധതി പൗലോസിനെ കൈസരുടെ മുൻപിൽ നിർത്തുക എന്നതാണ്. ആ യാത്രയിൽ കാറ്റുണ്ടാകാം, കൊടുങ്കാറ്റുണ്ടാകാം. പക്ഷെ ഇവയ്ക്കൊന്നും ദൈവീയ പദ്ധതിയുടെ പൂർത്തീകരണം തടയുവാൻ കഴിയുകയില്ല. ഈ വിശ്വാസമാണ് നമുക്കും വേണ്ടത്. അബ്രഹാമിന് ഈ വിശ്വാസം ഉണ്ടായിരുന്നു. കുഞ്ഞിനെ യാഗം കഴിക്കുവാൻ മല കയറുമ്പോൾ അബ്രഹാം ബാല്യക്കാരനോട് പറഞ്ഞു, നിങ്ങൾ ഈ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 5-ാമത് വചനം. തന്നെ വിളിച്ച ദൈവം വിശ്വസ്തനെന്നും നൽകിയ വാഗ്ദത്തം നിറവേറപ്പെടുമെന്നും അബ്രഹാം വിശ്വസിച്ചു. അത് നീതിക്കായി പരിണമിച്ചു. പ്രിയമുള്ളവരെ, യേശു പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുക. അവൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, പാതി വഴിയിൽ തള്ളിക്കളയുകയുമില്ല. അതിനാൽ ഏത് പ്രശ്നങ്ങളിലും യേശുവിനെ നോക്കുക. അവൻ ഈ പ്രതിസന്ധികളിൽ കൂടെ ഇരുന്ന് സകലത്തിലും കൃപ നൽകി ശക്തീകരിച്ച് നമ്മെ അക്കരെ നാട്ടിൽ എത്തിക്കുക തന്നെ ചെയ്യും. ഈ യേശുവിനെ നമുക്കും ശ്രദ്ധിക്കാം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തെ ഇരിക്കുകയും ചെയ്തു. എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായം 2-ാമത് വചനം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ
മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com